സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പന്റെ കാര്യം പറയുമ്പോ അയ്യപ്പനെ വിളിച്ചിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ശബരിമലയിൽ നടക്കുന്ന സംഭവം. അപ്പാന്ന് വിളിച്ചിട്ട് അപ്പന്റെ കോണം അടിച്ചോണ്ട് പോകും പോലെയാണ് അയ്യപ്പന്റെ സ്വർണം അടിച്ചോണ്ട് പോയത്. ചെറിയ സ്വർണമൊന്നുമല്ല, സ്വർണപ്പാളി വരെ അടിച്ചോണ്ട് പോയിക്കാണ്. യഥാർത്ഥ സ്വർണം കൊണ്ടുപോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ചു എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. ഇതെല്ലാം TV കാണുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തായാലും ഞാനും 10-15 മല നല്ല രീതിയിൽ വ്രതമെടുത്ത് അവിടെ പോയതാ അയ്യപ്പനെ കാണാൻ. അന്ന് വളരെ പേടിച്ചാണ് പോകുന്നത്, അല്ലെങ്കിൽ കടുവയോ പുലിയോ വല്ലതും പിടിക്കും. അതുകൊണ്ട് അത്രത്തോളം വ്രതമെടുത്താണ് പോകുന്നത്. ഇപ്പോൾ അയ്യപ്പനെ പേടിക്കാതെ അയ്യപ്പന്റെ അടുത്തിരുന്ന് അപ്പാന്ന് വിളിച്ചിട്ട് അപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പലരും പറയും അയ്യപ്പൻ എന്തിനാ സ്വർണമെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പാവപ്പെട്ടവനും പണക്കാരനും അവിടെ സംഭാവനകൾ ചെയ്യുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്. അത് അമ്പലത്തിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. എന്തായാലും ദൈവത്തിന്റെ അടുത്തിരുന്ന് ഇങ്ങനെയെല്ലാം പൂജകളും ചെയ്തിട്ട് ദൈവത്തിന്റെ സാധനം വരെ അടിച്ചുകൊണ്ട് പോവാമെങ്കിൽ പിന്നെ അവനൊക്കെ സ്വന്തം അപ്പന്റെ അതുവരെ അടിച്ചുകൊണ്ട് പോവും. യവന്മാരൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, യവന്മാരെ ദേഹം കംപ്ലീറ്റ് സ്വർണം മൂടിയാണ് അവന്മാര് വരുന്നത് വരെ. മാലയും ജയിനും അത് ഇതും ചപ്പ് ചവറും. എന്താ യവന്മാർക്ക് ശമ്പളമില്ലേ? മാന്യന്മാരുടെ ശമ്പളം കൊടുക്കുന്നില്ലേ? അപ്പോൾ അതൊന്നും പോരാ. പണത്തിന്റെ ആർത്തിയാണ്. പറഞ്ഞു തീരുന്ന മുമ്പേ കാറ്, ബംഗ്ലാവ്, ദേഹം കംപ്ലീറ്റ് സ്വർണം, ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ പല കള്ളത്തരവും കാണിച്ചാണ് ഓരോരുത്തന്മാർ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തായാലും അയ്യപ്പന്റെ സ്വത്തും സ്വർണവും അടിച്ചുകൊണ്ട് പോയാൽ അവനൊക്കെ പിടിക്കും. ഇന്നല്ല നാളെയല്ല, 10 ദിവസം കഴിഞ്ഞായിരുന്നാലും ഏവനാണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവനെല്ലാം വീഴും. അത് അമ്പലത്തിലായിക്കോട്ടെ, പള്ളികളിലായിക്കോട്ടെ, എവിടെയായിരുന്നാലും ശരി തന്നെ. ദൈവത്തിന്റെ പേര് പറഞ്ഞ് മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവനെല്ലാം പിടിക്കപ്പെടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അയ്യപ്പന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും യവനൊക്കെ പോലെയുള്ളവന്മാര് കുനിഞ്ഞു നിന്ന കോണാമര അടിച്ചോണ്ട് പോവും. സ്വാമിയെ ശരണമയ്യപ്പ.